ഫ്രൈഡേ ഫ്ലെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാവയ്ക്ക തോരനാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കയ്പ്പ് നമുക്ക് അധികം അറിയാത്ത തരത്തിലുള്ള ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. പാവയ്ക്കയും തക്കാളിയും സവാളയും പച്ചമുളകും നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. അതൊരു ബൗളിലേക്ക് മാറ്റി നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. മിക്സ് ചെയ്യുമ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക. ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്ത് അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് വറുത്തെടുക്കുക. കടുകും വറ്റൽമുളകും കൂടി വറുത്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. അടച്ചു വെച്ച് അത് വേവിക്കാനായിട്ട് വെക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, 2 അല്ലി വെളുത്തുള്ളി എന്നിവയിട്ട് ഇന്ന് ചതച്ചെടുക്കുക. ആ കൂട്ട് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. ഒരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമുക്ക് മൂടി തുറന്ന് നോക്കാം. വെള്ളമൊക്കെ കംപ്ലീറ്റ് വറ്റുന്നത് പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കയ്പില്ലാത്തൊരു പാവയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. പാവയ്ക്ക കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.